ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗം. പ്രാർത്ഥനയുടെ പുതിയ ഒരു ശൈലി, പ്രാർത്ഥനയോട് പ്രതികരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യുത്തരത്തിലുള്ള കൃത്യതയോടെ അവിടെ നമ്മെ പഠിപ്പിച്ചു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. മാനുഷിക ബന്ധങ്ങളില് നമ്മുടെ ആവശ്യങ്ങൾ ഉയർത്തുമ്പോൾ അതിനോട് ഭൗമികരായ മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കും? മകൻ അപ്പൻ ചോദിച്ചാൽ കൊടുക്കാത്ത, മക്കളുടെ ആവശ്യങ്ങളുടെ മുമ്പില് മനസ്സ് തുറന്ന് നല്ല അപ്പന്മാര് ഈ ലോകത്തിലുള്ളത് ഉള്ളതുപോലെ അതിനേക്കാൾ ഉപരി നൽകാൻ ദുഷ്ടരായ നിങ്ങൾ പോലും അങ്ങനെ ചെയ്യുമെങ്കിൽ എത്രയോ അധികമായിട്ട് നമുക്ക് നൽകില്ല എന്ന ഒരു തിരിച്ചറിവ് കൂടെ മറ്റൊരു മേഖലയിൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിലൊന്നും ഈ പ്രത്യാശ നമ്മുടെ പ്രാർത്ഥനയിൽ നിറയ്ക്കണം. പ്രത്യാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന് വിധവയുടെ ഉപമയിലൂടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവന്റെ സന്നിധിയിൽ ഉയർത്തുമ്പോൾ പത്രോസ്ലീഹ സൂചിപ്പിക്കുന്നു, നിന്റെ ഉത്കണ്ഠകളും ആകുലതകളും നൊമ്പരങ്ങളും എല്ലാം അതുകൊണ്ട് നിന്റെ കണ്ണീരെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്ന അവിടുന്ന് നിനക്ക് ഒരു കാര്യം മാത്രം ഈശോ ഓർമ്മിപ്പിക്കുന്നു, കല്ലും മുള്ളും നിറഞ്ഞ സന്തോഷത്തിന്റെയും സുഖത്തിന്റെയും ജീവിതം അത് ഈ ലോക ജീവിതത്തിന്റെ ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സ്വർഗരാജ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കേണ്ടത് സഹനങ്ങളും വേദനകളും ദൈവത്തെ പ്രത്യാശ കൈവിടാതെ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാകാനുള്ള അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശ്വംസിഹായുടെ